സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിന് സീസണിലെ ആദ്യ ജയം. തൃശൂർ മാജിക് എഫ്സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. വിഷ്ണുവും പാപ്പുയുമാണ് കൊമ്പൻസിനായി ഗോൾ നേടിയത്. തൃശൂർ മാജിക് എഫ്സിയുടെ തുടർച്ചയായ 2ാം തോൽവിയാണിത്. മാനസയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മാനസ, വലിയ ആഘോഷമാണ് അവിടെ, സന്തോഷം ആണ് അവിടെ പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിന് സീസണിലെ ആദ്യ ജയം കരസ്ഥമാക്കാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ജയം തന്നെയാണ് തിരുവനന്തപുരം കൊമ്പൻസ് നേടിയിരിക്കുന്നത്. അതും സ്വന്തം നാട്ടിൽ തന്നെ ഇത്തരത്തിലൊരു ജയം നേടിയതിന്റെ ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ് പ്രേക്ഷകരും കാണികളും ഉള്ളത്. ഫുട്ബോൾ ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു നിമിഷം എന്ന് വേണം പറയാൻ. തിരുവനന്തപുരത്തിന്റെ സ്വന്തം തിരുവനന്തപുരം കൊമ്പൻസ് സീസണിലെ ആദ്യ ജയം നേടിയിരിക്കുന്നു. ഏതായാലും തൃശൂർ മാജിക് എഫ്സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഈ വിഷ്ണുവും പാപ്പുയും കൊമ്പൻസിനായി ഗോൾ നേടിയത്. തൃശൂർ മാജിക് എഫ്സിയുടെ തുടർച്ചയായ 2ാം തോൽവിയാണിത്. സീസണിലെ 6ാമത്തെ കളിയാണ് ഇത്. ഏതായാലും നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ആവേശോജ്വലമായ കളി തന്നെയായിരുന്നു ഇത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ കാൽപന്തുകളുടെ വിസ്മയം എന്ന് തന്നെ വേണം പറയാൻ. തൃശൂർ കൊമ്പൻസിന്റെ ആഘോഷ നിമിഷമായ ഇത്, ഈ ഒരു നിമിഷമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഒരു ടീമിന്റെ സന്തോഷം അവരുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചറിയാൻ സാധിക്കും. ഏതായാലും ആവേശത്തിമിർപ്പിൽ തന്നെയാണ് തിരുവനന്തപുരം ഉള്ളത്. തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഈ ഉജ്ജ്വല വിജയത്തിൽ ഈ കാണികളും ഏറെ സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു മാജിക്കുകൾ തീർത്ത കാൽപന്തുകൾ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന് സ്വന്തമായി 6ാം മത്സരം തിരുവനന്തപുരം കൊമ്പൻസിന് സ്വന്തമായി ഒരുക്കി കൊടുത്ത ഒരു അവസരം പോലെയാണിത്. സ്വന്തം നാട്ടിൽ ആദ്യ ജയം നേടുക എന്നത് പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല എങ്കിൽ കൂടിയും ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരിക്കും. ആ ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ആദ്യ ഗോൾ തിരുവനന്തപുരം കൊമ്പൻസിന്റെ 16ാമത്തെ മിനിറ്റിലായിരുന്നു. വിഷ്ണുവാണ് ഗോൾ നേടിയത്. ഒപ്പം തന്നെ 69ാമത്തെ മിനിറ്റിലാണ് കൊമ്പൻസിന്റെ 2ാം ഗോൾ നേട്ടം ഉണ്ടാകുന്നത്. അത് പാപ്പുയാണ് നേടിയത്. ഏതായാലും 2 മത്സരത്തിലും ഈ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ആദ്യ മത്സരത്തിൽ സമനിലയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 2ാമത്തെ കളിയാണ് ഇത്. അതിൽ വിജയം നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ തൃശൂർ എഫ്സി ഇത്തരത്തിൽ ആദ്യ കളിയിൽ ഒരുപക്ഷെ വിജയം കണ്ടില്ല. അതിനുശേഷം 2ാമത്തെ കളിയാണ് തൃശൂരിൻ്റെത്. നിലവിൽ ഇന്ന് ഈ തിരുവനന്തപുരം കൊമ്പൻസ് തൃശൂരിനെ തോൽപ്പിച്ച ആദ്യ ജയം നേടി 2 ഗോളുകൾ. വ്യക്തമാണ്, സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിന് വിജയം. തൃശൂർ മാജിക് എഫ്സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്.